കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകും? കോൺഗ്രസിനകത്തും പുറത്തും ചർച്ചകൾ സജീവമായി തന്നെ ചൂടുപിടിക്കുകയാണ്. ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനം എടുക്കുക എന്ന പ്രമേയം കോൺഗ്രസ് അവിടെ നിയമസഭാ കക്ഷി യോഗത്തിൽ പാസാക്കിയിരുന്നു. അതുപോലെ AICC നിരീക്ഷകരായ അതായത് അജയ് മാക്കൻ അതേപോലെ തന്നെ മുഗൾ വാസ്നിക്കാകട്ടെ, ഇവർ രണ്ടുപേരും നേതാക്കളുമായി നിർണായക ചർച്ചകൾ നടത്തി വരികയാണ്. കെ സുധാകരൻ, VM സുധീരൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുമായി തന്നെ കൂടിക്കാഴ്ച നടത്തിയതായും വ്യക്തമാകുന്നുണ്ട്. ഇനി 63 MLA-മാരുടെ അഭിപ്രായം പ്രത്യേകം ശേഖരിക്കാനാണ് ഇവിടെ തീരുമാനമെടുത്തിരിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി പദത്തിനായുള്ള ചരടുവലികൾ ശക്തമാവുകയാണ്. മത്സരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് തനിക്ക് അനുകൂലമായ MLA-മാരോട് KC വേണുഗോപാൽ വ്യക്തമാക്കിയതായ സൂചനകളും പുറത്തുവരുന്നു. നിയമസഭാ കക്ഷിയായാൽ ഭൂരിപക്ഷ പിന്തുണ തെളിയിച്ചതിൽ അവിടെ രാഹുൽ ഗാന്ധിയുടെ അനുമതി ലഭിക്കണമെന്ന അല്ലെങ്കിൽ അത് ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് KC പക്ഷം എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. മറുവശത്ത് MLA-മാരുടെ എണ്ണം മാത്രം മാനദണ്ഡമാക്കരുത് എന്ന് VD സതീശൻ അവിടെ നിരീക്ഷകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ ഘടകങ്ങളും വിലയിരുത്തും എന്നതാണ് ഇപ്പോൾ അദ്ദേഹം നിലപാടായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടെ തന്നെ KC വേണുഗോപാലിന്റെ സാധ്യത തടയാൻ രമേശ് ചെന്നിത്തല, VD സതീശൻ വിഭാഗങ്ങൾ കൈകോർക്കാൻ ഒരുങ്ങുന്നുവെന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട്. കേരള കോൺഗ്രസിന്റെ മുഖ്യ പോരാട്ടം ഇനി ഏത് വഴിത്തിരിവിലേക്കെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. മാത്രമല്ല, ഇവരിൽ 3 പേരിലും ഏറ്റവും കൂടുതൽ യോഗ്യനായ വ്യക്തി VD സതീശൻ തന്നെയാണ് എന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. കേരളത്തിൽ UDF-ന് മിന്നും ജയം കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി അണിയറയിൽ പ്രവർത്തിച്ച അമരക്കാരൻ എന്ന നിലയിൽ തന്നെ അദ്ദേഹം ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ് ഈ സ്ഥാനം അലങ്കരിക്കാൻ എന്നതും ഇവിടെ എടുത്ത് പറയുന്നതാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, VD സതീശൻ മുഖ്യമന്ത്രിയായി എത്തണമെന്ന് ഏറെക്കുറെ മലയാളികളും ആഗ്രഹിക്കുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ചർച്ചയിൽ 47 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കണമെന്നതാണ് KC വിഭാഗം പറയുന്നത്. 16 MLA-മാരെങ്കിലും തന്റെ പേര് പറയുമെന്ന് രമേശ് ചെന്നിത്തലയും 9 MLA-മാർക്ക് ഒപ്പമുണ്ട് എന്നും VD സതീശൻ ഇവിടെ അതായത് VD സതീശൻ ക്യാമ്പും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. നിരീക്ഷകരുമായുള്ള കൂടിക്കാഴ്ചയിൽ MLA-മാർ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമോ എന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട്. ഒപ്പം നിന്നാൽ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ തന്നെ പലർക്കും വാഗ്ദാനം ചെയ്തതായും സൂചനകൾ പുറത്തുവരുന്നു. നിരീക്ഷകർ തിരികെ ഡൽഹിയിൽ എത്തിയ ശേഷമാകും തീരുമാനം പ്രഖ്യാപിക്കുക. ഞായറാഴ്ചയോടുകൂടി തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്ന് സൂചനകൾ പുറത്തു വരികയാണ്. ഇതിനെല്ലാം ഇടയിൽ തന്നെ പല രീതിയിലുള്ള നാടകീയമായ നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നതായും ഇവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ മന്ത്രിസഭ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായി തന്നെ ഇപ്പോൾ നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.